മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു. ഒന്ന് ആദ്യം ഒരു പെൺകുട്ടി ഇട്ടത്, പിന്നെ അതിന്റെ നേരെ ഞാൻ പിന്നെ ഓവർ യൂട്യൂബിൽ നോക്കില്ല, വേറൊരു ആളിട്ടിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല, റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെയും അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയണ്ടേ, അവതരിപ്പിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് 2 ദിവസം വിളിച്ചപ്പം ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവര് 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴയുള്ള ദിവസം വീട്ടിൽ നിന്ന് കാണാതായ ദിയ ഫാത്തിമയെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതുവരെ ഏകദേശം 8 ലക്ഷം ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ കുഞ്ഞു മോളെ ലഭിക്കുന്നതും കാത്ത് ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ആ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ ആ വേദന കാണുമ്പോൾ ആരായാലും പ്രാർത്ഥിച്ചു പോകുന്നുള്ളതാണ്. ആ കുട്ടീനെ എത്രയും വേഗം തിരിച്ചു കിട്ടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും അല്ലെ. ദിയയുടെ മുഖസാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാടോടി കുട്ടിയുടെ ഫോട്ടോയും വീഡിയോയുമാണ് അന്ന് പ്രചരിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് ദിയയുടെ പഴയ ഫോട്ടോയുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഇത് ദിയ ആകാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ സ്വന്തം ഉമ്മാക്ക് കഴിയുന്ന പോലെ മറ്റാർക്കും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഈ നാടോടി കുട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് എല്ലാവരും സംശയവും അത് തന്നെയായിരുന്നു. ദിയയുടെ ഉമ്മാക്ക് ഈ ഫോട്ടോ കാണുന്ന സമയത്ത് ദിയയെ പോലെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂൾ ഗ്രേപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദിയയുടെ ഉമ്മയുമായി നടത്തിയ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടോക്കാം. ഞങ്ങൾ ഇതെന്തിനെ വിളിച്ച് മെയിൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഈ കുട്ടികൾ ഈ നാടോടി കുട്ടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ആ വീഡിയോ ഒരാളായിട്ടൊന്നുമില്ല, മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു. ഒന്ന് ആദ്യം ഒരു പെൺകുട്ടി ഇട്ടത്, പിന്നെ അതിന്റെ നേരെ ഞാൻ പിന്നെ ഓവർ യൂട്യൂബിൽ നോക്കില്ല, വേറൊരു ആളിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ ആള് മോനിക്ക് കിട്ടാന്നിട്ടുണ്ട് ഒരു വീഡിയോ. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് അത് ഇപ്പൊ ഒരു ഉദാഹരണം ജസ്റ്റ് എന്താ വെച്ചാൽ ഈ പ്രേക്ഷകർ പറയുന്നത് എന്താ വെച്ചാല് ഇത് DNA ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ കുട്ടി നിങ്ങളെ കുട്ടിയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് താല്പര്യമുണ്ടോ? നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അങ്ങനെ ഒരു നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ വെച്ചാൽ നിയമവശത്തിലൂടെ നടക്കുള്ളൂ. അല്ല നമ്മളെ നേരിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു DNA ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അറിയാൻ കഴിയും. കാരണം ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന്റെ നിയമവശങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല. ഇതിലും കൂടെ ആദ്യം എവിടെ പോകും, എവിടുന്ന് തുടങ്ങും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. വീഡിയോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമാധാനമല്ല, റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ അകത്തേക്ക് വരും. ഇതെന്താ ചെയ്യേണ്ട, ആരോട് എങ്ങനെ പറയണ്ടേ, അവതരിപ്പിക്കണ്ടേന്ന് അറിയില്ല. പിന്നെ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് 2 ദിവസം വിളിച്ചപ്പം ഇലക്ഷന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവര് വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു. അപ്പൊ ചിലവര് വിളിച്ചിട്ട് പറയും നിങ്ങൾ പോലീസിനെ കൊണ്ട് അന്വേഷിക്കില്ല, നിങ്ങൾ പോകുന്നു. പക്ഷെ നിങ്ങൾ പോകുന്ന നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. സത്യമാണ്. പിന്നെ അത് പറയുമ്പോൾ നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ വിലയില്ല, നിങ്ങൾ എന്താ പോകാത്ത നിൽക്കുമ്പോ എന്താ പറയാ, അവരോട് മറുപടി പറയാനും പറ്റുന്നില്ല. എന്താന്ന് വെച്ചാല് അവര് ആകാംക്ഷയോടെ ഇരിക്കുന്നോണ്ട് അവരോടൊന്നും പറയാനും പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോട് നിങ്ങളൊന്ന് പോലീസിനെ വിളിച്ചിട്ട് പറ, നമുക്ക് ആശ്രയം അവരെല്ലാം ഉള്ള, നമുക്ക് ആ വഴിക്ക് നമുക്കൊന്നും ഇത് അന്വേഷിക്കും നിങ്ങള്. ഉമ്മ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ദിയ ഫാത്തിമയാണെന്ന് സംശയിക്കുന്ന നാടോടി കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്തി കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഈ ഉമ്മ പറയുന്നത്. അതായത് ഉമ്മാക്കും ഈ നാടോടി കുട്ടിയെ കണ്ട സമയത്ത് അത് ദിയ ഫാത്തിമയാണെന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ ആലോചിക്കണം, 8 വർഷങ്ങൾക്ക് മുമ്പ് വെറും 1.5 വയസ്സായിട്ടുള്ള സമയത്താണ് ഈ ഉമ്മ അവസാനമായി ആ മോളെ കാണുന്നത്. 1.5 വയസ്സിൽ നിന്ന് ഒരു 8-9 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഫേഷ്യൽ ഫീച്ചേഴ്സിലടക്കം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അല്ലെ. 1.5 വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോ വെച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെയൊക്കെ തീരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാറില്ല അല്ലെ. ഒരു 4-5 വയസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാമായിരുന്നു. 1.5 വയസ്സെന്നൊക്കെ പറഞ്ഞ് തീരെ ചെറുപ്പമായി പോയി. എന്തായാലും ആ കുട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ കുട്ടിയുടെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് അല്ലെ. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരാളുടെ DNA ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇത് ഇന്ന കുട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെതായ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ നാടോടി കുട്ടിക്കും ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവല്ലോ. ഈ കുട്ടി ദിയ ഫാത്തിമയാണെന്ന് ഉറപ്പിക്കാത്തിടത്തോളം കാലം ആ അച്ഛനെയും അമ്മയും അംഗീകരിക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. സോ അവരുടെ സമ്മതവും ഇതിൽ അത്യാവശ്യമായിരിക്കുമെന്ന് തോന്നുന്നു. അവർ ശരിക്കും ആ കുഞ്ഞിന്റെ യഥാർത്ഥ പാരന്റ്സ് ആണെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യണമെന്ന് ആ പറഞ്ഞ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പിന്നെ കോർട്ട് ഓർഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നു മാത്രം. പിന്നെ നമ്മുടെ മുന്നിലുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് AI ടെക്നോളജി ഉപയോഗിച്ച് ദിയയുടെ പഴയ ഫോട്ടോയിലും മുഖവും ഈ നാടോടി കുട്ടിയുടെ മുഖവും തമ്മിൽ സാമ്യത ഉണ്ടോ എന്ന് നോക്കലാണ്. അല്ല അങ്ങനെ നോക്കിയാലും അത് നമുക്ക് തെളിവായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. എന്നാലും ഒരു ഉറപ്പ് കിട്ടാൻ സാധിക്കുന്നു മാത്രം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണല്ലോ. അതിനെക്കുറിച്ച് ആരും ഇന്നവർ പറഞ്ഞു കേട്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. AI ടെക്നോളജിനെ കുറിച്ച് അറിവുള്ളവർ അതൊന്ന് കമന്റ് ചെയ്തോളൂ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു സാധ്യത നോക്കാലോ. എന്തായാലും ഉമ്മയുടെ ആ വോയിസ് ബാക്കിയും കൂടി കേട്ടോക്കാം. അന്ന് ഇപ്പൊ ഈ പോലീസ് ഇത് അന്വേഷിച്ചൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബേസിക്കലി ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ വായി നമുക്ക് അറിയില്ല എന്തായിരുന്നു പോലീസ് അന്വേഷിച്ചൊക്കെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്?
അതെന്താന്ന് വെച്ചാൽ കുട്ടിയെ കാണാതാകുന്ന സമയത്ത് ഇവര് മൊത്തം വെള്ളത്തിലേക്ക് മാത്രം നിന്നു. വെള്ളത്തിലേക്ക് പോയി എന്നുള്ളത്, ഇവര് വെള്ളത്തിലേക്കാണ് കുട്ടി പോയത് എന്നുള്ളത് മാത്രം ഇവർ നോക്കി. ഇവര് മറ്റേ മിസ്സിംഗ് ആയത് കരയിലേക്ക് ഇവർ അന്വേഷിച്ചില്ല. ഇവര് എവിടെയും ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. മറ്റൊരു സ്റ്റേഷനിലേക്ക് ഇവരെ ഒരു ഇൻഫർമേഷൻ കൊടുത്തില്ല. കുട്ടി വെള്ളത്തിലാണ് പോയത് എന്നുള്ളതാണ്. ഇവർ 6 ദിവസം വെള്ളത്തിലേക്ക് മാത്രം തിരിഞ്ഞ്. എന്നിട്ട് ലാസ്റ്റ് തന്നെ പിന്നെന്താണ് അന്നത്തെ ഡിവൈഎസ്പി ഉണ്ട് ഇരുട്ടി സുകുമാരൻ എന്ന് പറഞ്ഞു. ഇവര് വിളിച്ചിട്ട് എന്നോട് നല്ല മാന്യ രീതിയിൽ പെരുമാറി. ഒരു അമ്മയാ നിങ്ങളോട് ചോദിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്താ മോളെന്തായ അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയും. അല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എനിക്ക് ആദ്യം പറഞ്ഞ മെയിൻ അല്ല പിന്നെ വരും. എനിക്ക് ഇതിങ്ങനെ ടെൻഷനാണല്ലോ, നമുക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടാത്ത. അങ്ങനെ ഞാൻ പറഞ്ഞ എന്റെ കുട്ടി ഒരു കാരണവശാലും സാറേ വെള്ളത്തിൽ പോകില്ല. എന്റെ കുട്ടി ശരിക്കും മിസ്സിംഗ് ആണ്. ഇവരോട് പറയുന്നുണ്ട് കുട്ടി നല്ല ശക്തിയായ മഴ പെയ്യുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സ്വന്തം ഉമ്മാക്ക് അറിയുന്ന പോലെ പുറത്തുള്ള ഒരാൾക്കറിയില്ല. എന്റെ കുട്ടീന്റെ ശരിക്കുള്ള സ്വഭാവം അവരെ എല്ലാ ഇതും അറിയുന്ന ഉമ്മയാ പറയുന്നത്. കുട്ടി പുറത്തേക്ക് പോകണമെങ്കിൽ കുട്ടി വെള്ളം നമുക്ക് പോക്ക് പേടിയാ മഴ ഇങ്ങനെ പെയ്യുമ്പോ. പിന്നെ ഞാൻ അവരോട് പറയുന്നുണ്ട് ഈ 1.5 വയസ്സ് ഒരു വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് തലയിലേക്ക് ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ശ്വാസം മുട്ട് ഒന്ന്. പിന്നെ ഇവളെ പിടിച്ച് പോണേ ഇവർക്ക് അങ്ങനെ ഓവർ നടന്ന് ഓടിക്കളിക്കുന്ന കുട്ടിയൊന്നും അല്ല. ഒരു പിച്ച് വെച്ച് ഒരു വയസ്സ് 1.5 വയസ്സാണ് ശരിക്കും ഒരു കുട്ടിക്ക് നടന്ന് പോകണമെങ്കിൽ. അപ്പൊ ഇത്ര വലിയ ഈ കുട്ടി നല്ല വെള്ളത്തിൽ പിന്നെന്താണ് മുറ്റത്തും പോകില്ല ഒന്നും ചെയ്യില്ല. ഇവിടെ കുടിച്ച ക്ലാസ് ഉണ്ട് കമത്തി വെച്ചിട്ടേ അരപ്പൈസിൽ കമത്തി വെച്ചിട്ട് ഇതൊന്നും ഇത്തിരി 1 വയസ്സ് 5 മാസമുള്ള കുട്ടിക്ക് ചാരുവടിയിൽ വെക്കാൻ എങ്ങനെ പറ്റും? ഒരിക്കലില്ല. ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്ത് എന്റെ കുട്ടി മിസ്സിംഗ് ആണ്, എന്റെ കുട്ടിക്ക് വേറെ പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞോ. ഇവിടെ ഇവര് ഒന്നും വിടുന്നില്ല. ഇവർക്ക് അത് എന്തോ ഒരു എന്തെന്ന് പറയുന്നത് ഇവര് അത് അധികം അന്വേഷിക്കുന്നില്ല. ഒരു മെയിൻറ്റേ ഇവർക്കില്ല. ലാസ്റ്റ് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി വെള്ളത്തിലില്ല കരയിലില്ല. പിന്നെ എന്താ ആകാശത്തേക്ക് പറഞ്ഞു. ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ഉപ്പാനോട് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. എന്നാലും ദിയ ഫാത്തിമ മിസ്സിംഗ് ആയ ഉടനെ സമയത്തുള്ള പോലീസുകാരുടെ അനാസ്ഥയെ കുറിച്ച് വീണ്ടും പറയേണ്ടി വരികയാണ്. ആ ഉമ്മാന്റെയും ഉപ്പാന്റെയും വാക്കുകൾ പോലീസുകാർ ചെവി കൊണ്ടില്ല എന്നുള്ളതാണ്. 1.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലെ. പുറത്തേക്കൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി ശീലമാകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കുട്ടി പെരുമായത് പുറത്തേക്ക് ഇറങ്ങി നടന്ന് തോട്ടിലേക്ക് ഒഴുകി പോകുക എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ വിശ്വസിക്കാൻ കഴിയുക? ഒരു 100 വട്ടം ഉമ്മ ആ പോലീസുകാരോട് പറഞ്ഞു നോക്കിയല്ലേ എന്റെ മകൾ തോട്ടിലേക്കൊന്നും ഒഴുകി പോയതല്ല, ആരോ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന്. നാട്ടുകാരടക്കം എല്ലാവരും തോട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അതാണ് പ്രശ്നമായത്. പോലീസ് നായെ കൊണ്ട് ദേവിടെ ഉടപ്പ് മണിപ്പിച്ച് ഓടിപ്പിച്ചപ്പോ അത് ഓടിപ്പോയത് വീട്ടിന്റെ പിന്നാമ്പുറത്ത് കൂടെയാണ്. ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഓടി ആ നായ ചെന്നത് നേരെ ഒരു വീട്ടിന് മുന്നിലേക്കാണ്. ഇത്രയൊക്കെ പോരെ ആ മോളെ ഒരാൾ തട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലാക്കാൻ? ഈ തോട്ടിലിറങ്ങിയ ആൾക്കാരിൽ ഒരു 4 പേരെങ്കിലും വീട്ടിന് ചുറ്റും ഓടി നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദിയെ തട്ടിക്കൊണ്ടു പോകുന്നെങ്കിലും കാണാൻ സാധിച്ചേനെ അല്ലെ. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വീട്ടിലും കരയിലും ഇല്ല, പിന്നെ നിന്റെ മോൾ ആകാശത്തേക്ക് പോയോ എന്നൊക്കെ ചോദിച്ചാൽ പോലീസുകാരന് കുടുംബം കുട്ടികളില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇനി മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പോലെ തന്നെ നാടോടി കുട്ടിയുടെ ആ DNA ടെസ്റ്റ് എടുത്ത് നോക്കുക എന്നുള്ളതാണ് അല്ലെ. എന്തായാലും അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള KF ഇക്ബാലിന് പറയാനുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിൽ അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും വരുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വരുന്ന സമയത്ത് സാധാരണ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ആ മിസ്സിംഗ് ആയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കും, അവരെ പിന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ രക്ഷിതാക്കൾ മുമ്പ് എപ്പോഴെങ്കിലും ഈ കുട്ടി പിന്നെ അവരുടെ കുട്ടി മിസ്സിംഗ് ആണെന്ന് പിന്നെ രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഹൈക്കോടതിയിൽ തന്നെ ഹാജരാക്കണം. അതല്ല അവർ കീഴ്ക്കോടതിയാണ് സമീപിച്ചതെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ രീതിയിൽ പിന്നെ പോലീസ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും. ആ ഹാജരാക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റിന്റെ ഒന്നിച്ച് തന്നെ ഈ കുട്ടി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി DNA പരിശോധന പോലീസ് തന്നെ ആവശ്യപ്പെടും. രക്ഷിതാക്കളുടെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം പ്രൊസീജിയർ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത പോലീസ് തന്നെ ഈ കുട്ടിയുടെ DNA പരിശോധനയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നതാണ് എന്റെ പിന്നെ പരിമിതമായിട്ടുള്ള അറിവ്. ചെയ്യാൻ പറ്റുന്നില്ല. അതെ 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 അതെ. ഓക്കെ, അപ്പൊ അതില് ഇവർക്ക് പിന്നെ നിലവിൽ ഇവർ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ആയിട്ട് ആ ഒരു പേപ്പേഴ്സ് ഉണ്ടല്ലോ. അല്ല, ഈ ഹേബിയസ് കോർപ്പസ് നമ്മൾ പിന്നെ ഫയൽ ചെയ്യുന്നത് കുട്ടികൾ മിസ്സായി കഴിഞ്ഞാൽ സാധാരണ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. ഇപ്പൊ ഒരു കുട്ടി ഒളിച്ചോടിയാണെന്ന് വിചാരിച്ചു, ആ കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി പലപ്പോഴും ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാറുണ്ട്. ഈ കുട്ടി മിസ്സിംഗ് ആയതുകൊണ്ട് സാധാരണഗതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാറുണ്ട്. അത് ഹൈക്കോടതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതും ഹൈക്കോടതിയിലാണ്. ഓക്കെ, അതല്ല ഈ കുട്ടി അങ്ങനെ ഒരു രക്ഷിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നെ കീഴ്ക്കോടതിയെ സമീപിക്കും. ആ സമീപിക്കുന്ന സമയത്ത് റിക്വസ്റ്റ് ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്ററിനകത്ത് DNA പരിശോധന ആവശ്യപ്പെടാം പോലീസിന്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ. ഇദ്ദേഹം പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് മിസ്സിംഗ് കേസുകളിൽ സാധാരണ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കേസ് നേരിട്ട് അങ്ങ് ഹൈക്കോടതിയിലേക്കാണ് പരിഗണിക്കുക. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ പാരന്റ്സ് കേസ് കൊടുക്കലാണ്. ഈ നാടോടി കുട്ടി ദിയ ഫാത്തിമയാണെന്ന് സംശയമുള്ളതായി പോലീസിൽ കേസ് കൊടുക്കലാണ്. അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കുട്ടിയെ നേരിട്ട് കോടതിയിൽ അങ്ങ് ഹാജരാക്കും. അതിനുള്ള ഉത്തരവ് എന്തായാലും കോടതിയിൽ നിന്ന് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി ദിയ ഫാത്തിമയാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനാവും. അങ്ങനെ വരുമ്പോൾ പോലീസ് തന്നെ DNA ടെസ്റ്റിന് ആവശ്യപ്പെടുമെന്നുള്ളതാണ്. എന്തായാലും
എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന അത്ര സിമ്പിൾ ആവാൻ സാധ്യതയില്ല. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്നുള്ളതാണ്. വെറുതെ കാടടിച്ച് വെടിച്ചിട്ട് കാര്യമില്ലല്ലോ. നാടോടികളും മനുഷ്യന്മാരാണ്, അവരുടെ ഇടയിലും ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. സാഹചര്യങ്ങളാണ് പലരും തെരുവിൽ കഴിയേണ്ടി വരുന്നത്. അതിലെല്ലാവരും ഭിക്ഷാടന മാഫിയന്റെ ആൾക്കാരൊന്നുമല്ല. സോ ഈ പറയുന്ന കുട്ടി ഒരു ജെന്യൂൻ നാടോടിയുടെ മകളാണെങ്കിൽ നമ്മുടെ ഈ ഊഹാപോഹങ്ങളും പ്രതീക്ഷകളും എല്ലാം അവിടെ അവസാനിച്ചു. അവരുടെ സ്വകാര്യത്തിനും മാനാഭിമാനത്തിനും കൂടി നമ്മൾ വില കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. തന്റെ മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ മകളെ തട്ടിക്കൊണ്ടുവന്നതല്ലേ എന്ന് യഥാർത്ഥ മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റാം? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞിരിക്കും. എന്തായാലും തോട്ടിലൊഴുകി പോയെങ്കിൽ എന്നോ ദിയാ ഫാത്തിമയുടെ മൃതദേഹം കിട്ടിയേനെ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഇന്ന് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. ഇത്രേ എനിക്ക് ഈ സമയത്ത് പറയാനാകത്തുള്ളൂ. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.